ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ഷൻ അല്ലേ, ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ഷൻ ആൻഡ് ലിവർ റൂൾ ഓൾറെഡി നമ്മൾ ഇത് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാഫ് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങൾ ബുക്ക് ഉണ്ടാവില്ല, നിങ്ങളിപ്പം സ്കെയിലും പെൻസിലും ഇറേസറൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഇതൊരു ഗ്രാഫാണ്, നമുക്കറിയാം. ഇക്വിലിബ്രിയം ഡയഗ്രാം അല്ലെങ്കിൽ ഫേസ് ഡയഗ്രാം വരക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണെന്ന് ലിവർ റൂൾ എന്ന് അറിയണം. ഓക്കെ, സോ നമ്മൾ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് എ ഐസോമോർഫസ് സിസ്റ്റം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ 2 component സിസ്റ്റം. അല്ലെ, 2 component സിസ്റ്റമാണ് ഐസോമോർഫസ് സിസ്റ്റം. So there are many systems. There are 5 different types of classification of systems we have gone through. സോ അതിൽ നമ്മൾ ഐസോമോർഫസ് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. അത് വെച്ചിട്ടുള്ള ഇൻ കേസ് ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ ഐസോമോർഫസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം മാത്രം ആ രീതിയിലുള്ള ഗ്രാഫ് മാത്രമേ വരയ്ക്കാൻ വേണ്ടി വരും. സോ ഹിയർ വി ആർ, നമുക്കിത് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. ദർ വിൽ ബി ഡിഫറെന്റ് സോളിഡസ് പോയിന്റ്സ്, ദർ വിൽ ബി ഡിഫറെന്റ് ലിക്വിഡസ് പോയിന്റ്സ് അല്ലെ. ജോയിനിങ് ഓൾ ദ സോളിഡസ് പോയിന്റ്സ് ആൻഡ് ലിക്വിഡസ് പോയിന്റ്സ് വിൽ ഗിവ് ദി ലിക്വിഡസ് ആൻഡ് സോളിഡസ് ലൈൻ. ഈ കേസസിലെല്ലാം എന്താണ്, ലിക്വിഡും സോളിഡ് ഫേസസും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, ഒരു ഫേസ് ഉണ്ട് അല്ലേ ഈ ഐസോമോർഫസ് സിസ്റ്റത്തിലൊക്കെ. ചിലതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേസസ് ഉണ്ടാവും അല്ലെ, ഇതുപോലെ സോളിഡും ലിക്വിഡും വരുന്ന. ഇതിലിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സോളിഡ് മാത്രമല്ല, ആൽഫ. ചില കേസിൽ അത് ആൽഫ സോളിഡ് സൊല്യൂഷൻ ഉണ്ടാവും, ബീറ്റ സോളിഡ് സൊല്യൂഷൻ ഉണ്ടാവും, ആൽഫ പ്ലസ് ബീറ്റ സോളിഡ് ഉണ്ടാവും. ഓക്കെ, സോ ഐസോമോർഫസ് സിസ്റ്റം ഇറ്റ് ഈസ് ആൻ അലോയ് സിസ്റ്റം കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ അല്ലേ. ബട്ട് ദർ ഈസ് ഓൾസോ എ region alpha plus L or solid plus L which is seen in the graph. So H as represent the weight percentage of nickel. This graph shows a typical example of a copper nickel alloy system. So the H-axis shows the weight percentage, the weight percentage or the addition of the percentage weight of nickel in copper. So at the initial, the starting point, the copper will be 100% and nickel will be 0%. So towards the H direction, we are increasing the amount of nickel. So the amount of copper will be reduced. Okay. So അങ്ങനെയാണ് വരുന്നത്. In the y-axis, it is showing the temperature അല്ലേ, ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ ആണ് കാണിക്കുന്നത്. സോ 1085 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഏതാണ്, അറ്റ് 0% അല്ലെ. ദാറ്റ് 0% നിക്കൽ ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ഉള്ളത്, 100% കോപ്പർ ഓർ പ്യുവർ Cu കോപ്പർ ആണ് അവിടെ ഉള്ളത്. സോ 1085 ഡിഗ്രി സെൽഷ്യസ് ഈസ് നത്തിങ് ബട്ട് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. 1085 ഡിഗ്രി സെൽഷ്യസ് റെപ്രസെന്റ്സ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. ഓക്കെ, അപ്പോൾ കോപ്പർ മെൽറ്റ് ചെയ്തു ഡയറക്റ്റ് ലിക്വിഡായി മാറുന്നുണ്ട് അല്ലെ. ലൈക്വൈസ് അത് 100% നിക്കൽ വരുന്ന സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക, ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, എച്ച് റൈറ്റ്, എച്ച് ഡയറക്ഷൻ്റെ റൈറ്റ് സൈഡ്, അവിടെ 100% നിക്കൽ ആയിരിക്കും, 0% കോപ്പർ ആയിരിക്കും. സോ 1053 ഡിഗ്രി സെൽഷ്യസ് റെപ്രസെന്റ്സ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് നിക്കൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തായിരിക്കും ഉണ്ടാവില്ല, രണ്ട് എലമെന്റ്സും ഉണ്ടാവും അല്ലെ, പർട്ടിക്കുലർ പെർസെന്റേജിൽ ഉണ്ടാവും. സോ അവിടെ എന്താണ്, മെൽറ്റിംഗ് പോയിന്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ആൽഫ പ്ലസ് എൽ റീജിയൻ എന്ന് പറയുന്നത്. Okay. So in order to determine the composition and phase amounts in that region, we need there is a rule called liver rule. So there is a method in order to find out the liver rule. അതായത് ഒരു ടൈലൈൻ മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ലിവർ റൂൾ വെച്ചിട്ട് നമ്മൾ എത്രയാണോ ഫേസ് അമൗണ്ട്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. So there is alpha plus L അല്ലെങ്കിൽ സോളിഡ് പ്ലസ് എൽ റീജിയൻ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള എത്ര എമൗണ്ട് ലിക്വിഡ് ഉണ്ട്, എത്ര എമൗണ്ട് സോളിഡ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ വൈ നില പോയിന്റ് ആണെങ്കിൽ ആ വൈ നില പർട്ടിക്കുലർ അലോയിൽ എത്ര എമൗണ്ട് സോളിഡ് ഉണ്ട്, എത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ് ഉണ്ട്, എത്രയാണ് അതിന്റെ കോമ്പോസിഷൻ, ഇതൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. ഞാൻ നോക്കാനാണ് നമ്മൾ ലിവർ റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എച്ച് നില അലോയ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് പറയാം അത് കംപ്ലീറ്റ്ലി എന്താണ് സോളിഡ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ആ ഫേസ് ലിക്വിഡ് സൊല്യൂഷൻ ഇല്ല അവിടെ. ഓക്കെ, so when there are two phases present at a point on the diagram, the composition of the two phases can be determined by the following procedure with reference to the figure. എങ്ങനെയാ നമുക്കറിയാം, പ്രീവിയസ് ഗ്രാഫിനെ ഒന്നും കൂടി എൻലാർജ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. സോ വൈ നില പോയിന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഹിയർ എ ടൈ ലൈൻ ഈസ് ഡ്രോൺ ഹൊറിസോണ്ടലി അക്രോസ് ദ 2 point region. സോ ഇവിടെ ഒരു ടൈ ലൈൻ വരക്കുന്നുണ്ട് ഇതുപോലെ അല്ലെ.
A tie line is drawn horizontal to the H direction, across the two phase regions corresponding to the selected temperature. So, yes. കാർത്തികിന് കേറാൻ കഴിഞ്ഞില്ല അറിയണ്ട്. അതിപ്പോ ഒന്നും അറിയില്ല. മെയിൽ ഐ ഡി നോക്കിയിട്ട് മെയിൽ ഐ ഡി മാറിയിട്ടുണ്ടോ? ചെക്ക് ചെയ്തോളൂ. അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിന്റെ ഇടയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത അവറിൽ നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ടൈലൈൻ മെത്തേഡിൽ എന്താ, ഏതോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ടൈലൈനാണ് നമ്മൾ വരക്കുന്നത് അല്ലേ. ആ ടൈലൈൻ ഏതിനൊക്കെ ക്രോസ് ചെയ്യണം? ലിക്വിഡസും സോളിഡസ് ലൈനെ ക്രോസ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ 2 പോയിന്റ് കിട്ടും. ഓക്കെ, ആ പോയിന്റിലെ കോമ്പോസിഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇത് ഇന്റർസെക്ഷൻ ഓഫ് ദ ടൈലൈൻ with phase boundaries on both sides are noted. Vertical lines are drawn towards from the intersecting points to the composition axis from which composition of the faces are determined. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം കോമ്പോസിഷൻ ഇവിടുന്ന് കിട്ടും. എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കോമ്പോസിഷനും ഉള്ളത് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ വൈൻ്റെ ഈ 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഓവറോൾ കോമ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു പൊസിഷനിൽ എന്താണെന്നത് അതിന് മുകളിലേക്ക് കംപ്ലീറ്റ് ലിക്വിഡ് ആണ്. ഈ ഒരു പോയിന്റിന് താഴേക്കെല്ലാം ആൽഫ അല്ലെങ്കിൽ സോളിഡ് ആണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്താണ് ലിക്വിഡ് പ്ലസ് സോളിഡ് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ വൈനില പോയിന്റിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ലിക്വിഡ്, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും സോളിഡ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. Consider the point y in the figure corresponding to 1250 degrees Celsius and 35.8% of nickel. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് എത്രയാണ്? 1250 ഡിഗ്രി സെൽഷ്യസ്, 1200 300 ആണ്. അപ്പോൾ 1250 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ വരുമല്ലോ. 1250 ഡിഗ്രി സെൽഷ്യസ് corresponding to 1250 degrees Celsius and 35.8% nickel, 65.8% copper. So 35.8% nickel and 65.8% copper. So E line lying within the alpha plus L two phase region. Okay, അപ്പോൾ ഈ പോയിന്റ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. The vertical horizontal tie line is drawn along Y to meet the phase boundaries on either sides. The vertical line drawn from the point of intersection with the liquidous curve meets the composition at 31.5 at 31.58% nickel. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 68.58% കോപ്പർ. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. CL എന്നുള്ള പോയിന്റ് which is a composition of liquid phase. അത് റെപ്രസെന്റ് ചെയ്യുന്നത് composition of liquid phase ആണ്. The vertical line from other end, second end of the tie line meets the composition at 42.58% of nickel. അത് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ 57.58% കോപ്പർ. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അതെന്താണ്? CU ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. CU എന്നുള്ള പോയിന്റ് which is a composition of the solid solution alpha phase. അത് റെപ്രസെന്റ് ചെയ്യുന്നത് സോളിഡ് സൊല്യൂഷന്റെ കോമ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ 42.5% നിക്കലിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് സോളിഡ് ഉണ്ട്. അതുപോലെ തന്നെ 31.5% നിക്കലിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ലിക്വിഡ് ഉണ്ട്. അപ്പൊ ആ ഒരു എത്രയാണോ ആ ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതിന്റെ അടുത്ത ലിവർ റൂൾ യൂസ് ചെയ്യുന്നത്. Okay, so now how to determine phase amounts? We need to find how much of each phase exists at the given temperature. The ratio of the two phases present can be found out by using the liver rule. Liver rule important ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ട് ചോദിക്കാം. സോ അത് യൂണിവേഴ്സിറ്റിക്ക് വന്നാൽ you need to illustrate with an example. ഒരു എക്സാമ്പിൾ വെച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ട് വേണം ആ ലിവർ റൂൾ എഴുതാൻ. ഇപ്പൊ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ എഴുതാം. For a two-phase region, the tie line is made use of along with a procedure called liver rule. എന്താണ് അതിന്റെ ഒരു സ്റ്റെപ്പ് നോക്കാം. The tie line is constructed across the two-phase region at the temperature of the alloy. നമുക്കൊരു ഗിവൺ അലോയ് ഉണ്ടാവും ആ പോയിന്റിൽ. സോ അതിന്റെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ അല്ലെ. So a tie line is constructed at that particular temperature. The overall alloy composition is located on the tie line. Overall alloy composition ആ tie lineലെ ഒരു പോയിന്റ് ആയിരിക്കും overall alloy composition represent ചെയ്യുന്നത്. The fraction of one phase is computed by taking the length of tie line from the
overall alloy composition to the phase boundary for the other phase and dividing by the total tie line. അത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ എന്താ സംഭവിച്ചാൽ നോക്കിയേ, ഒരു ടൈ ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലിക്വിഡിന്റെയും സോളിഡിന്റെയും എത്ര ഫ്രാക്ഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എത്ര വെയിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ഇവിടെ കണ്ടുപിടിക്കുന്ന WL എന്താണ്? എത്ര വെയിറ്റ് പെർസെന്റേജ് ഓഫ് ലിക്വിഡ്, എത്ര വെയിറ്റ് പെർസെന്റേജ് ഓഫ് ആൽഫ. ദാറ്റ് മീൻസ് വാട്ട് ഇസ് ദ വെയിറ്റ് പെർസെന്റേജ് ഓഫ് സോളിഡ്. സോ വെയിറ്റ് പെർസെന്റേജ് ഓഫ് ലിക്വിഡ് നിങ്ങൾ നോക്കി, WL S/R+S. എന്താണ് എസ്? നമ്മൾ വരച്ച ടൈ ലൈൻ ഇതാണ് അല്ലെ. നമുക്ക് വെയിറ്റ് പെർസെന്റേജ് ഓഫ് ലിക്വിഡ് കാണണം. ലിക്വിഡ് കാണുമ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത്? വെയിറ്റ് പെർസെന്റേജ് ഓഫ് ലിക്വിഡ് കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന എന്താണ്? അതിന്റെ ഓപ്പോസിറ്റിലെ ആ ഒരു സെഗ്മെന്റ് അല്ലെ. എങ്ങനെ എന്താണ്? അതായത് ഏതാണോ നമുക്ക് വേണ്ട മീൻസ് ഏതാണോ നമുക്ക് വേണ്ട അലോയ് Y ആണ് അല്ലെ. ദാറ്റ് അലോയ് മറ്റേ സൊല്യൂഷനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് എസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് വെയിറ്റ് പെർസെന്റേജ് ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് വൈനില്ല അലോയ് അതിന്റെ മറ്റേ അതർ സൊല്യൂഷനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് എസ് ആണ് നമ്മൾ എടുത്തത്. ദാറ്റ് മീൻസ് WL വിൽ ബി ഈക്വൽ ടു എസ് ബൈ ദ ടോട്ടൽ R+S. R+S. ഓക്കെ, ഇൻറ്റു 100. ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻറ്റു 100 വേണ്ട. അപ്പൊ വെയിറ്റ് പെർസെന്റേജ് ആണ് എടുത്തത്. അതുപോലെ നമ്മൾ ആൽഫ, അതായത് നമുക്ക് ഈ സോളിഡ് സൊല്യൂഷന്റെ അല്ലെങ്കിൽ സോളിഡ് ഫേസിന്റെ എമൗണ്ട് ആണെന്ന് അറിയണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുക്കുന്ന എന്താണ്? വൈനില അലോയിൽ നിന്ന് അതിന്റെ മറ്റേ സൊല്യൂഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്ക് സോളിഡ് ആണെന്ന് കാണണമെങ്കിൽ ഈ വൈനില പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അലോയ്. ആ അതിന്റെ മറ്റേ ലിക്വിഡ് ഫേസുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് അത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ അവിടെ നമ്മൾ എന്തെടുത്തു? R/ടോട്ടൽ R+S. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണ്, ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒന്നും തരുമില്ലല്ലോ, ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നുണ്ടായില്ല. അപ്പൊ നമുക്ക് എന്താ പറയുക? ഇവിടെ കോമ്പോസിഷൻ വെയിറ്റ് പെർസെന്റേജ് ഉണ്ടല്ലേ. സോ ദ സെയിം ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫ്രം ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോമ്പോണൻസ് ആസ് WL എന്ന് വെച്ചാൽ എന്താണ്? WL ഈസ് S/R+S. എസ് എന്ന് വെച്ചാൽ എന്താണ്? C alpha minus C0. ഓക്കെ അല്ലേ? C alpha minus C0 അല്ലെ. നോക്കിയാ WL is equal to C alpha minus C0 divided by C alpha minus CL. അതായത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. C alpha minus C0 by C alpha minus CL into 100. And W alpha എത്രയായിരിക്കും? W alpha is means W solid will be C0 minus CL. C0 minus CL divided by C alpha minus CL total into 100. അപ്പോൾ അതായിരിക്കും വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് ആൽഫ അല്ലെങ്കിൽ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് സോളിഡ് സൊല്യൂഷൻ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. The tie line is constructed across the two-phase region at the temperature of the alloy. The overall alloy composition is located on the tie line. Y എന്നുള്ള പോയിന്റിന്റെ overall alloy composition. The fraction of one phase is computed by taking the length of tie line from the overall alloy composition to the phase boundary for the other phase. Okay, and divided by the total tie line length. ഡിനോമിനേറ്ററിൽ എപ്പോഴും കാണിക്കുന്നതാണ് ഇറ്റ് വിൽ ബി ദ ടോട്ടൽ ടൈ ലൈൻ ലെങ്ത്. ന്യൂമറേറ്ററിൽ ഇല്ലത് ഏത് ഫേസ് എമൗണ്ടിന്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഏത് ഫേസ് എമൗണ്ടിന്റെ വെയിറ്റ് പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ അതിന്റെ മറ്റേ ഫേസുമായിട്ട് ടൈ ലൈൻ മീറ്റ് ചെയ്ത പോയിന്റ് തൊട്ടിട്ട് നമ്മളെ അലോയ് വരെയുള്ള അത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ന്യൂമറേറ്ററിൽ. ഓക്കെ, ദ ഫ്രാക്ഷൻ ഓഫ് ദ അതർ ഫേസ് ഇസ് ഡിറ്റർമൈൻഡ് ഇൻ ദ സെയിം മാനർ. അപ്പൊ ഒന്നിന്റെ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ അടുത്തതിനെ കണ്ടുപിടിക്കാം. If the phase percentage are desired, each phase fraction is multiplied by 100. And the composition axis is scaled in weight percent. The phase fraction computed using the lever rule are mass fractions. Okay, നമ്മൾ ഇവിടെ എല്ലാം എഴുതുന്ന എന്താണ്? വെയിറ്റ് പെർസെന്റേജ് ആണ്. നമ്മൾ അതിന്റെ മാസ് ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ WL W ആൽഫ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ മാസ് അല്ലെ വെയിറ്റ് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത്. നമുക്ക് അതിന്റെ ഫ്രാക്ഷൻ കൊടുക്കാം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് പോയിന്റ് സംതിങ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് Y, Z0 എന്നതിന്റെ വാല്യൂ നമുക്കറിയാം 35 വെയിറ്റ് പെർസെൻറ്റേജ് ആണ് അല്ലെ. അതുപോലെ Z ആൽഫ 42.5 വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് നിക്കൽ. CL equal to 31.5 weight percentage nickel. So even you can say in terms of copper also. നമുക്ക് കോപ്പറിന്റെ ടേംസിൽ അത് പറയാം. നമ്മൾ തൽക്കാലം നിക്കലിന്റെ ടേംസിലാണ് എല്ലാം പറയുന്നത്. കാരണം നിക്കലാണ് ആഡ് ചെയ്ത് പോകുന്നത്, കോപ്പർ കുറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. തൽക്കാലം നമ്മൾ നിക്കലിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ കോമ്പോസിഷൻ ഓഫ് അലോയ് എന്തായിരിക്കും? 35 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കലാണ്. എന്ന് വെച്ചാൽ റിമൈനിങ് 65 എന്തായിരിക്കും? കോപ്പർ ആണ്. ആൻഡ് C ആൽഫ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 42.5 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കൽ. ആൻഡ് CL will be 31.5 വെയിറ്റ് പെർസെൻറ്റേജ് നിക്കൽ. സോ മാസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വെയിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം നമുക്ക് ലിക്വിഡിന്റെ അതുപോലെ സോളിഡിന്റെയും. സോ ഗിവൺ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 68% ആണ് വെയിറ്റ് ഓഫ് ലിക്വിഡിൻ്റെ. എത്ര വരും? 68% വരും. അതുപോലെ തന്നെ റിലേറ്റീവ് എമൗണ്ട്സ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ആൽഫ വിൽ ബി 32%. സോളിഡിന്റെ 32% വരും. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രാക്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് എത്ര വരും? നമുക്ക് അതിന്റെ ജസ്റ്റ് ഫ്രാക്ഷൻ എത്ര ഫ്രാക്ഷൻ വേണമെന്ന് നമുക്ക് പറയാം. ഇത് 0.68 വരും, രണ്ടാമത്തത് 0.32 വരും അല്ലെ. രണ്ട് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ടോട്ടൽ 1 എമൗണ്ട് ആണ് ഉള്ളത്. അതിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് WL W ആൽഫയും ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എടുക്കുന്നത് എന്താണ്? അതിന്റെ പെർസെൻറ്റേജ് വെയിറ്റ് ആണ്. ഓക്കെ, സോ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ഓഫ് കോമ്പോസിഷൻ 31.5% നിക്കൽ. 31.5% നിക്കലിന്റെ എത്ര ലിക്വിഡ് കോമ്പോസിഷൻ ആണുള്ളത്? 0.68 ഫ്രാക്ഷൻ ആണുള്ളത്. ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ഓഫ് കോമ്പോസിഷൻ 42.5% നിക്കൽ വിൽ ബി 0.32. ഓക്കെ, ടോട്ടൽ 1 ആയിരിക്കും. സോ ഓവറോൾ കോമ്പോസിഷൻ ഓഫ് അലോയ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 0.68 ഇൻറ്റു 31.5 പ്ലസ് 0.32 ഇൻറ്റു 42.5. ദാറ്റ് മീൻസ് 35% നിക്കലായിരിക്കും നമുക്ക് നമ്മളെ Y എന്നുള്ള അലോയ്. അപ്പോൾ തന്നെയാണ് അത് കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം എത്രയാണ് അല്ലേ. 35% വെയിറ്റ് ആണ് നിക്കൽ. എന്ന് വെച്ചാൽ 35% നിക്കലായിരിക്കും. ഈ നിക്കലില് 35% നിക്കൽ ആൻഡ് റിമൈനിങ് 65% കോപ്പറുള്ള ഈ Y അലോയ്ക്ക് 0.68 ഫ്രാക്ഷൻ എന്താണ്? ലിക്വിഡ് കോമ്പോസിഷൻ ഓഫ് 31.5% നിക്കലാണ്. 0.32 ഫ്രാക്ഷൻ 42.5% സോളിഡ് നിക്കലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലിവർ റൂളിൽ കണ്ടുപിടിക്കുന്നത്. എത്രയാണ് Y എന്നുള്ള പോയിന്റിലെ ഓരോ കോമ്പോണന്റും ഇവിടെ നിക്കലും കോപ്പറും ഉണ്ട്. എത്രയാണ് അതിലെ സോളിഡ് ഫേസ്, എത്രയാണ് അതിലെ ലിക്വിഡ് ഫേസ്. ഓക്കെ, ഇപ്പൊ നോക്കിയതിൽ ലിവർ റൂളാണ്. നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? തിയററ്റിക്കൽ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കിയതാണ്, എങ്ങനെയാണ് വരക്കേണ്ടത് എങ്ങനെയാണ്. ഈ പ്രോബ്ലം നല്ല എഴുതിയ കാണുന്നില്ല പ്രോബ്ലം സ്ക്രീനിൽ? The solidus and liquidus temperature of an alloy system. The solidus and liquidus temperatures for an alloy system containing two metals A and B, which are completely soluble in the liquid and solid states. Are presented in the table below. Metal A melts at 1080 degrees Celsius and metal B melts at 1450 degrees Celsius. എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മെൽറ്റിംഗ് പോയിന്റും ബിന്റെ മെൽറ്റിംഗ് പോയിന്റും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് എന്താണ്? മെറ്റൽ A and B which are completely soluble in the liquid and solid state. That means the given system is എന്താണ്? The given system is isomorphous system. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? രണ്ട് പാർട്ട് ഉണ്ട്, A, B. A എന്താണ്? കൺസ്ട്രക്ട് ദ ഫേസ് ഡയഗ്രാം ഫോർ ദിസ് സിസ്റ്റം ആൻഡ് ലാബിൽ ഈച്ച് റീജിയൻ. Construct the phase diagram for the system and label each region. Second question of B part. Predict the number, type, relative amount and composition of phase present in the alloy containing 60% A and 40% B at 1250 degrees Celsius.
നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? 1250 ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണോ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഫേസ്, എത്രയാണോ എമൗണ്ട് ഓഫ് സോളിഡ് ഫേസ് എന്നാണ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അതുകൂടാതെ നമുക്കൊരു ടേബിളും തന്നിട്ടുണ്ട് താഴെ അല്ലേ. കാരണം അതിൻ്റെ എത്രയാണ് സൊലബിലിറ്റീസ് ഇറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ദ ടേബിൾ ബിലോ എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ അലോയ് കോമ്പോസിഷൻ വെയിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, സോളിഡസ് ടെമ്പറേച്ചറും ലിക്വിഡസ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് ഓരോ പോയിന്റിലും. എയും ബിയും ആണ് രണ്ട് കോമ്പോണന്റ്. അപ്പോൾ എ ബി അലോയ് സിസ്റ്റം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോപ്പർ നിക്കൽ സിസ്റ്റം നോക്കിയ പോലെ ഇവിടെ ഉപയോഗിക്കുന്നത്, ഇവിടെയുള്ളത് എ ബി അലോയ് സിസ്റ്റം ആണ്. ഒന്ന് എഴുതി എല്ലാവരും ക്വസ്റ്റ്യൻ. എഴുതിയോ? എന്തായി? പ്രത്യുഷ്, പ്രേമരാജ്, നിഷാഖ്, മുഹമ്മദ് സിയാൻ എഴുതണ്ട? ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ സൊല്യൂഷനിലേക്ക് നോക്കാം. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് പാർട്ടിന്റെ സൊല്യൂഷൻ നമ്മളോട് കൺസ്ട്രക്ഷൻ ആണ് ചോദിക്കുന്നത് അല്ലേ. ടു കൺസ്ട്രക്ട് ദി ഫേസ് ഡയഗ്രാം ഓർ ഇക്വിലിബ്രിയം ഡയഗ്രാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അതിന്റെ ഗ്രാഫ് വരക്കണം. ഗ്രാഫ് ഷീറ്റിലാണ് വരക്കേണ്ടത്. തൽക്കാലം നമുക്ക് ഡ്രോ എ റെക്ടാങ്കിൾ. നമുക്കറിയാം ഇതെന്താണ്, ഒരു റെക്ടാങ്കിൾ ആണല്ലോ നമ്മളെ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ഹൊറിസോണ്ടൽ സൈഡ് ഓഫ് 100 mm ആൻഡ് വെർട്ടിക്കൽ സൈഡ് ഓഫ് 90 mm. ഇപ്പോൾ ഹൊറിസോണ്ടൽ സൈഡിൽ നമുക്കറിയാം എച്ച് ആക്സിസിൽ 0 to 100% ആണ്. അപ്പോൾ നമുക്ക് സ്കെയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് അറിയാം.
10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ നിങ്ങൾക്ക് വരക്കാം. നിങ്ങളുടെ പേപ്പറിൽ 10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ എച്ച് ആക്സിസ് വരക്കാം. വൈ ആക്സിസോ, വൈ ആക്സിസിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ഹയസ്റ്റ് ടെമ്പറേച്ചർ 1400 ആ റീജിയനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1500 വരെ വരക്കാം. 1500 വരെ നമ്മൾ കാണിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവർ ഇതിൽ പറയുന്നത് വെച്ചാൽ 90 mm എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നല്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ 600 എന്നാണ്. കാരണം ഓൾ ദീസ് ടെമ്പറേച്ചേഴ്സ് ആർ എബവ് 600 ഓൺലി അല്ലെ. ഈ ഒരു ടെമ്പറേച്ചറിൽ അതിന് മിനിമം ടെമ്പറേച്ചർ 1100 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റസ് വിൽ സ്റ്റാർട്ട് ഫ്രം 600 ടു 1500. അപ്പോൾ എത്രയാണ് അവിടെ 900ന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ ദാറ്റ്സ് വൈ ദേ ആർ ടേക്കിംഗ് 90 mm. സ്കെയിലിൽ നിങ്ങൾക്ക് അത് 90 സെന്റിമീറ്റർ അല്ലെങ്കിൽ എച്ച് ആക്സിസ് 10 സെന്റിമീറ്ററും വൈ ആക്സിസ് 90 സെന്റിമീറ്ററും എടുക്കാം. അത് കുറച്ച് ചെറുതായി പോകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് ആക്സിസ് 20 സെന്റിമീറ്ററും വൈ ആക്സിസ് 18 സെന്റിമീറ്ററും എടുക്കാം. 10 സെന്റിമീറ്ററും 9 സെന്റിമീറ്ററും അല്ലെങ്കിൽ 20 സെന്റിമീറ്ററും 18 സെന്റിമീറ്ററും എടുക്കാം. ഓക്കെ, so draw a rectangle with the horizontal side of 100 mm and a vertical side of 90 mm. അതെങ്ങനെ നമുക്ക് വരക്കാം? അപ്പൊ ഞാനിവിടെ 20/18 ആണ് വരക്കുന്നത്. Okay, so you will get a rectangular box like this. Okay, so എന്താണ് എച്ച് ആക്സിസ് എന്ന് റെപ്രസെന്റ്? എച്ച് ആക്സിസ് റെപ്രസെന്റ് ദി വെയിറ്റ് പെർസെൻറ്റേജ്. ഏതാണ് ഇതിൽ ആഡ് ചെയ്ത് പോകുന്നത്? അല്ലെങ്കിൽ കോമ്പോസിഷൻ വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് B. So initially there will be 0% B. Here it will be 100% B. That means here it is 0% A and here it is 100% A. Y ആക്സിസിൽ എന്താണ്? Y ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്. So here it is temperature in degree Celsius. Okay. ഇത് എത്രയാണ്? നമുക്കിത് ആണെങ്കിൽ 10, 20, 30, 40, 50, 60, 70. നിങ്ങൾ പാരലായിട്ട് നിങ്ങളെ ഗ്രാഫിൽ ഇത് വരക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പേപ്പറിൽ ബുക്കിൽ ഇത് വരക്കണം. സോ വൈ ആക്സിസിൽ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് അല്ല, ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം 600 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് തന്ന എല്ലാ ടെമ്പറേച്ചറും അബവ് 600 ആണ്. സോ നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി നമ്മൾ 600 ടു എത്രയാണ് 1500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എടുക്കുന്നത്. ദാറ്റ് ബിറ്റ്വീൻ 9 യൂണിറ്റ്സ് ആണുള്ളത്. സോ ആ രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2, 3, 4, 5, 6, 7, 8, 9 യൂണിറ്റ്സ്. സോ അത് എത്രയായിരിക്കും? 600, 700 and it will be 800, it will be 700, 900.
സോ വൈ ആക്സിസിൽ നമുക്ക് ടെമ്പറേച്ചർ കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് ടാബ്ലർ കോളത്തിൽ തന്നിട്ടുള്ളത്? ടാബ്ലർ കോളത്തിൽ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? സി അലോയ് അല്ലെ 1 2 3 ത്രീ ഇൻഫോർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. 90% എയിലുള്ള സോളിഡസ് ആൻഡ് ലിക്വിഡസ് ടെമ്പറേച്ചർ, ലൈക്വൈസ് solidus and liquidus temperature at 60% A and solidus and liquidus temperature at 20% A. So what is the second step? The vertical side will represent temperature in degrees Celsius in the range of 600 degrees Celsius to 1500 degrees Celsius as shown in the figure. Mark the points A at 1080 degrees Celsius and B at 1450 degrees Celsius, representing melting points of the metals A and B. നമുക്കറിയാം അതിൽ 1080 മെൽറ്റിംഗ് പോയിന്റ്സ് തന്നിട്ടുണ്ടല്ലേ. മെൽറ്റിംഗ് പോയിന്റ്സ് ഓഫ് എ ആൻഡ് ബി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. ഇനിഷ്യൽ മെറ്റൽ എ മെൽസ് അറ്റ് 1080 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മെറ്റൽ ബി മെൽസ് അറ്റ് 1450 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് പോയിന്റ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. സോ 1080 എവിടെ വരും? 1080 അറൌണ്ട് ഈ ഒരു പൊസിഷനിൽ 1080 വരും. ഓക്കെ, ദാറ്റ് ഈസ് 1080 ആൻഡ് 1450 ഈ ഒരു പോയിന്റിൽ 1050 വരും. സോറി 1450 വരും. സോ ദാറ്റ് ഈസ് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി ബി. ഓക്കെ, സോ ബി ആണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ നമുക്കറിയാം എങ്ങനെ ഗ്രാഫ് വരും നമുക്കറിയാം, കാരണം ഐസോമോർഫസ് സിസ്റ്റത്തിന് ഗ്രാഫ് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലേ. എന്താണ് ഫസ്റ്റ് ഡീറ്റെയിൽ? 90% എയിലുള്ള സോളിഡസ് ആൻഡ് ലിക്വിഡസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. 90% എ മീൻസ് ദിസ് ഈസ് ദ 90% എ. 90% എ മീൻസ് 10% ബി. 10% ബി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരക്കാം. ഞാൻ തൽക്കാലം സ്ട്രേറ്റ് ലൈൻ തന്നെ വരക്കുന്നത്. നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് അത് ഡോട്ടഡ് ലൈൻ വരക്കാം. സോ 90% എയിൽ നമ്മൾ വരച്ച ഒരു ഡോട്ടഡ് ലൈൻ ആണത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത പോയിന്റ് 60% എ അല്ല, 60% എ മീൻസ് ദാറ്റ് ഈസ് 40% ബി. സോ അതിൽ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല സാർ. സെക്കൻഡ്. അപ്പോൾ നിങ്ങളത് ഒന്ന് വരച്ച് നിങ്ങളുടെ പേപ്പറിൽ, അതായത് 10% ബിയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ഡോട്ടഡ് ലൈൻ വരച്ചാൽ മതി. 40% ബിയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ. തേർഡ് ഡാറ്റ നമുക്ക് തന്ന എത്രയാണ്? 20% ആണ്. എന്ന് വെച്ചാൽ 80% ബിയിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചോ. സ്ട്രേറ്റ് ലൈൻ മീൻസ് ഡോട്ടഡ് ലൈൻ. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സോളിഡസ് ആൻഡ് ലിക്വിഡസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. വൈ ആക്സിസിൽ നിന്ന് നിങ്ങൾ സെയിം അതുപോലെ ഡോട്ടഡ് ലൈൻ വരക്കാം, ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കാം ഫ്രം ദീസ് പോയിന്റ്സ്. അതായത് 10% ബി വരുമ്പോൾ എത്രയാണ്? 1100 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ 1175 ഡിഗ്രീസ് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻസ് വരക്കാം. ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻസ്. അപ്പോൾ കുറെ പോയിന്റ്സിൽ അത് ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ്സ് നോട്ട് ചെയ്യാം. അല്ല, നിങ്ങൾ വരച്ചിട്ടില്ല പേപ്പറിൽ, സ്ക്രീന് വരും. കാണത്തുള്ളൂ.
അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനെല്ലാം ഡോട്ടഡ് ലൈൻസ് ആയിരിക്കണം. അതുപോലെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നത് ഇപ്പോൾ വരയ്ക്കുന്നതും ഡോട്ടഡ് ലൈൻസ് ആണ്. എനിക്കിവിടെ ഡോട്ടഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വരയ്ക്കുന്നത്. സിമിലർലി നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിലും വരക്കാം അല്ലേ? കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിൽ എത്രയാണെന്ന് പറയുന്നത് 1100 ഡിഗ്രി സെൽഷ്യസിലാണ് ആദ്യം മീറ്റ് ചെയ്യേണ്ടത്. 1000 അല്ല 100 സോ അവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. സോ 1175 ആണ് സെക്കൻഡ്. 1175 ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് കിട്ടും. നെക്സ്റ്റ് 60% എ അല്ലെങ്കിൽ 40% ബി എന്നുള്ള കോമ്പോസിഷൻ എത്രയാണ്? 1160 ആൻഡ് 1290. അപ്പോൾ സോളിഡസ് ടെമ്പറേച്ചർ 1160 ആണ്. ദാറ്റ് മീൻസ് somewhere here അല്ലേ? 1160 ആൻഡ് 1290 ഈ ഒരു പോയിന്റ് വരും. 80% ബി അല്ലെങ്കിൽ 20% എയിലോ 1310 ആൻഡ് 1400 ഈ ഒരു പോയിന്റ് വരും. നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. ഇനി ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് നമ്മളെ ഫൈനൽ റിക്വയർഡ് ഗ്രാഫ് നമുക്ക് കിട്ടി അല്ലേ? ഫേസ് ഡയഗ്രാം കിട്ടി. നിങ്ങൾ വരക്കണം. ഇതിൽ വരക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വരക്കുമ്പോൾ നേരത്തെ നമ്മളെ ഗ്രാഫ് നമുക്ക് അവിടെ കിട്ടും. സോ here it will be solid, here it will be liquid, here it will be liquid plus solid. This will be solidus line and this will be liquidus line. ഫൈനൽ ഫിഗർ ഇതുപോലെ കിട്ടും. ലിക്വിഡ് പ്ലസ് സോളിഡ് ആണിത്. ഇതൊക്കെ ഈ പോയിന്റിനെ ജോയിൻ ചെയ്ത് തന്നെ വരക്കണം. എൻ്റെ ഇവിടെ അത് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ്റെ എ പാർട്ടാണ്. അതിൻ്റെ ബി പാർട്ടും ഉണ്ട്. അപ്പോൾ അതിനടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറക്റ്റ് വെർട്ടിക്കൽ ലൈൻ ആയിട്ട് 90% എ ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് സി അറ്റ് 1110 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡി അറ്റ് 1175 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യമാണ് ഈ പോയിന്റ് പറയുന്നത് അല്ലേ? സോ ആഫ്റ്റർ ജോയിനിങ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് ആ ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ഷൻ. സോ ഇവിടെ നമ്മൾ നോക്കിയത് ഒരു ഐസോമോർഫസ് സിസ്റ്റം ആണ്. എ ആൻഡ് ബി ഉള്ള ഒരു ഐസോമോർഫസ് സിസ്റ്റം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ അല്ലേ? അത് നോക്കിയില്ലേ? വരച്ചില്ലേ? മനസ്സിലായില്ലേ കാര്യങ്ങൾ? ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ടും കൂടി സോൾവ്. സെക്കൻഡ് പാർട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണേണ്ടതാണ്. അതിൽ നമ്മൾ എന്താണ് ലിവർ റൂളാണ് യൂസ് ചെയ്യുന്നത്. ലിവർ റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് ഓഫ് ലിക്വിഡ് ഫേസ് അറ്റ് പോയിന്റ് പി, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സോളിഡ് ഫേസ് അറ്റ് പോയിന്റ് പി. പി എന്നുള്ള പോയിന്റിലുള്ള ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസ് നമുക്ക് കിട്ടും. അതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക്. 60% എ ആൻഡ് 40% ബി അറ്റ് 1250 ഡിഗ്രി സെൽഷ്യസ്. ലെറ്റ് ദാറ്റ് പോയിന്റ് ബി പി.
പി എന്നുള്ള പോയിന്റിലുള്ള ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും അങ്ങനെ കണ്ടുപിടിക്കാം. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കിപ്പോൾ അതിൽ കോമ്പോസിഷൻ കിട്ടിയിട്ടുണ്ട് 68 - 40 ബൈ ഓവറോൾ 68 - 28. അതുപോലെ തന്നെ 40 - 28 ബൈ 68 - 28. നമുക്ക് അവിടെ എന്താണ്, അതാണ് അതിന്റെ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് കണ്ടന്റ് ആൻഡ് ഫ്രാക്ഷൻ ഓഫ് സോളിഡ് കണ്ടന്റ്. നമുക്ക് ഫൈനലി കിട്ടുന്നത് 70% ലിക്വിഡ് ഫേസും 30% സോളിഡ് ഫേസ് വരെയും കിട്ടല്. അപ്പോൾ പോയിന്റ് പി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് 1250 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ഫിഗറിലൊന്ന് വരച്ചേ. ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ അറ്റ് 1250 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? 60% എ അല്ലെ, 60% എയിൽ. സോ ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ അറ്റ് 60% എ. ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ അറ്റ് 60% എ. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് ബി. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എടുക്കാം. നിങ്ങൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു. ആകാശ് കെ എം, സർ. അഖിൽ എം, സർ. അമിത് കെ, പ്രസന്റ് സർ. അനിരുദ്ധ്, സർ. കാർത്തിക്, സർ. മുഹമ്മദ് ലാദിൻ, സർ. മുഹമ്മദ് ഷഹസാദ്, മുബ്താസിം, മുഹമ്മദ് അസഫ്, മുഹമ്മദ് ഫർദീൻ, മുഹമ്മദ് ഫത്തേ, മുഹമ്മദ് സമ,